ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സഭയിലെ ശുശ്രൂഷകനും യുവജന സംഘടനയുടെ പ്രസിഡന്റുമായിരിക്കുന്ന പ്രിയ ജോൺസ് മാറച്ചൻ, സഭാ കമ്മിറ്റി അംഗങ്ങളെ, ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഇടവകയിലെ കൊയറംഗങ്ങളെ, ഇന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ സഭയിൽ ഈ ശബ്ദ പരിധിക്കായി ഉള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2024 വർഷത്തെ യുവജന സംഘടനയുടെ യുവജനവാര ആഘോഷത്തിന്റെ ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് സമാപന ആരാധനയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച മഹായിടവക യുവജന സംഘടന സെക്രട്ടറി ശ്രീ വിജീഷ് കുർവാഡ് ഉദ്ഘാടനം നിർവഹിക്കുകയും കഴിഞ്ഞ ഞായറാഴ്ച ഓണാഘോഷ പരിപാടികളിൽ യുവജനവാര ആഘോഷം ആരംഭിക്കുകയും ബുധനാഴ്ച ഒരു ബൈബിൾ ക്ലാസ്സോടുകൂടി ശുചീകരണത്തോടുകൂടി വ്യാഴാഴ്ചത്തെ ആരാധന യുവജന സംഘടനാംഗങ്ങൾ നേതൃത്വം നൽകി ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഈ യുവജനവാര ആഘോഷത്തിലേക്കും ഈ യുവജനവാരത്തിന്റെ പ്രവർത്തനത്തിലേക്കും അകമഴിഞ്ഞ് യുവജന സംഘടനയെ സഹായിച്ച സഭാ കമ്മിറ്റി, സഭാ സെക്രട്ടറി, നമ്മുടെ ഇവരുടെയും പ്രിയപ്പെട്ട അച്ഛൻ, ഇവരോടുള്ള നന്ദി യുവജന സംഘടനയുടെ പേരിൽ ഞാനിപ്പോൾ അറിയിക്കുന്നു. യുവജന സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 65 അംഗങ്ങൾ ഉള്ള ഒരു വലിയ സംഘടനയാണ് നമ്മുടെ സഭയിലെ യുവജന സംഘടന. ഏകദേശം 40 പേർ ക്രമമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരാധന, വിശുദ്ധ ആരാധനയ്ക്കും സൺഡേ സ്കൂളിനും ശേഷം 1 മണിക്കൂറാണ് യുവജന സംഘടനയായി കൂടുന്നത്. ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാലും ക്രിസ്തുവിന്റെ വചനം പഠിപ്പിക്കലാലും യുവജന സംഘടന മുന്നോട്ട് പോകുന്നു. ഇനിയും യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുന്നു. മഹായിടവകയായി ഈ വർഷം യുവജന സംഘടനയ്ക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം, ഞാൻ ക്രിസ്തുവിന്റെ മുഖം, ഐ ആം ദ ഫേസ് ഓഫ് ഗോഡ്, ഞാൻ ക്രിസ്തുവിന്റെ മുഖം. ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേറെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 10-ാമത്തെ വാക്യം, അതിന്റെ 2-ാം ഭാഗം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 10-ാമത്തെ വാക്യം, അതിന്റെ 2-ാം ഭാഗം. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം തലവേണമാണെങ്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രൂശിലൂടെ ആഴമായി സ്നേഹിക്കുകയും ഞങ്ങളെ ഇന്നയോളം വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥരെ പിതാവേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ വചനധ്യാനത്തിലേക്ക് കടക്കുകയാണ്. തമ്പുരാനെ, വിവിധങ്ങളായ പ്രയാസങ്ങളാലും ആത്മസംഘർഷങ്ങളാലുമാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അങ്ങയുടെ കരം നൽകുന്ന വിടുതലിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിലെ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവവചനവുമായി അടിയൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവിടുത്തെ കൃപയാൽ അവിടുന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും അങ്ങയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ ക്രിസ്തുവിന്റെ മുഖം മറയ്ക്കപ്പെട്ട ആശയവിനിമയം നടത്തുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ആശയവിനിമയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ
മറ്റുള്ളവരിലേക്ക് കൈമാറുകയാണ്. പക്ഷേ ഈ ഒരു ആശയവിനിമയത്തിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ആശയവിനിമയം നടക്കുന്നത് മുഖാമുഖമായ സംഭാഷണങ്ങളിലല്ല, മറിച്ച് നമ്മൾ ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് നാം സംവദിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത് മുഖാമുഖമായി ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ ഹൃദയമാണ് സംസാരിക്കുന്നത്. പണ്ട് പഴമക്കാർ ഇപ്രകാരം പറയുമായിരുന്നു, മുഖം മനസ്സിന്റെ കണ്ണാടി. ഇന്ന് ഒരുപക്ഷെ ഓൺലൈൻ ജീവിതത്തിൽ നമ്മൾ ഹൃദയം കൊണ്ടല്ല സംസാരിക്കുന്നത്, ഹൃദയം കൊണ്ടല്ല ആശയവിനിമയം നടത്തുന്നത്, മറിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് നല്ലതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്മ വിളയിക്കുകയും, തിന്മയിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിന്മ പ്രവർത്തനത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ഓൺലൈൻ ആശയവിനിമയത്തിൽ പലതരത്തിലുള്ള ചീറ്റിങ്ങുകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ അവസരത്തിലാണ് മഹായിടവക യുവജന സംഘടന ഞാൻ ക്രിസ്തുവിന്റെ മുഖം എന്ന ആശയം യുവജന സംഘടനയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കായി നൽകുന്നത്. അതിന് കാരണമുണ്ട്. ഇന്ന് ഓൺലൈനിലായിരിക്കുന്നത് മിക്കവരും യുവാക്കളാണ്, യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ കണ്ണു തുറക്കുവാൻ വേണ്ടി ആയിരിക്കണം മഹായിടവക ഞാൻ ക്രിസ്തുവിന്റെ മുഖം എന്ന ആശയം ഇവിടെ പറയുന്നത്. ക്രിസ്തുവിന്റെ മുഖം കാണുക, ആ മുഖം ധരിക്കുക, ആ മുഖം പ്രതിഫലിക്കുക എന്ന് പറയുന്നത് ഒരു യുവതയെ ആഗ്രഹിക്കുന്ന ഒരു സഭയുടെ ഒരു ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിലേക്കാണ് എല്ലാ യുവജന സംഘടനകളും എല്ലാ യുവാക്കളും ഓരോ മനുഷ്യരും നടന്നു നീങ്ങുന്നത്. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ മുഖത്തെ കുറിച്ച് അറിയാമോ? ദൈവത്തിന്റെ മുഖം എങ്ങനെയിരിക്കുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയാമോ? സ്വർഗത്തിൽ നിന്ന് അളവില്ലാത്ത സ്നേഹം ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുന്ന ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെയാണ് നമ്മുടെ ദൈവമായിരിക്കുന്നത് എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്തുത്തരം നൽകും? പക്ഷേ സൺഡേ സ്കൂളിൽ നഴ്സറി ക്ലാസ്, പ്രൈമറി ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവൻ ഇപ്രകാരം അവൻ നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകും. എല്ലാവർക്കും എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ രൂപമാണ്. ഉൽപ്പത്തി പുസ്തകം അനുസരിച്ച് ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ രൂപമാണ്. മനുഷ്യന്റെ മുഖം ദർശിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനി ഇതിനെ കുറച്ചുകൂടെ ആത്മതലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ കണ്ണാടി നോക്കുമ്പോഴത്തേന് മനുഷ്യൻ അവന്റെ ജഡീകമായ രൂപം നമുക്ക് മനസ്സിലാകും. പക്ഷെ എങ്ങനെയായിരിക്കുമോ ദൈവം കുറച്ചുകൂടെ പവർഫുൾ ആണ്. ദൈവം കുറച്ചുകൂടെ വലിയതല്ലേ, മനുഷ്യനേക്കാൾ ഉയർന്നിരിക്കുന്നതല്ലേ. അപ്പോ നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് ദൈവത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും. എടുക്കാം വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ഈ ലോകത്തിൽ മനുഷ്യരൂപങ്ങൾക്ക് കടന്നു വരികയും ഈ ലോകത്തിൽ ക്രൂശിലൂടെ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവത്തിന്റെ രൂപത്തെയാണ് നമ്മൾ മനസ്സിലാക്കാനായി പോകുന്നത്. എല്ലാവരും എടുത്തുകൊണ്ട് വിശ്വസിക്കുന്നു. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സാദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും,
കാൽ ഒലിയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലത്ത് നിന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാലത്ത് നിന്നു. ഇത്രയും ശക്തനായ ഒരു ദൈവമാണ് ജഡീകമായ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി തന്റെ ജീവനെ നൽകിയത്. ഈ ദൈവം ഈ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ വന്നിരുന്നത് എങ്കിൽ, ഈ രൂപത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ മുഖം കണ്ടിരുന്നത് എങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. നമ്മൾ ആ സമയം തന്നെ നമ്മൾ മരിച്ചു വീഴും. ഇത്രയും പവർഫുൾ ആയിരിക്കുന്ന, ഇത്രയും വിശുദ്ധനായിരിക്കുന്ന ദൈവമാണ് ഈ ഭൂമിയിൽ മനുഷ്യരായ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് പഠിപ്പിച്ചു, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. നമ്മളൊന്നും ഈ കാലത്ത് പിന്തുടരുന്നില്ല, നമുക്ക് പിന്തുടരുവാൻ സമയമില്ല. ആ അവസരത്തിലാണ് ദൈവത്തിന്റെ മുഖം അത് ഏറ്റവും അനുയോജ്യമായ ചിന്തയായി ഈ കാലഘട്ടത്തിൽ മാറുന്നത്. ദൈവത്തിന്റെ മുഖത്തെക്കുറിച്ച്, ദൈവത്തിന്റെ മുഖം നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്നതിനെ കുറിച്ച് 3 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 3 ചിന്തകൾ. ഒന്നാമത്തേത്, ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക. ഒന്നാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക. ഇത്രയും ശക്തനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് എങ്ങനെ ദർശിക്കുവാൻ സാധിക്കും? ഇത്രയും ശക്തനായിരിക്കുന്ന, ഇത്രയും വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ എങ്ങനെ ദർശിക്കുവാൻ സാധിക്കും? നമ്മള് ഭാഗ്യവചനങ്ങൾ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു: ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മുഖം കാണും. ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മുഖം കാണും. ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുന്നതിനെ പറ്റി ബൈബിളിൽ വളരെ വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം അതിന്റെ 33-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നാം കാണുന്നത് യാക്കോബിനെയും ഏശാവിനെയുമാണ്. ആരാണ് ഏശാവ്, ആരാണ് യാക്കോബ്? ഏശാവും യാക്കോബും സഹോദരങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏശാവും യാക്കോബും സഹോദരങ്ങളാണ്. യാക്കോബ് തന്റെ സ്വന്തം സഹോദരനായ ഏശാവിനെ വിട്ട് തന്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തിലേക്ക് ആയിരുന്നു. അതിന് കാരണമുണ്ട്. അമ്മയുടെ ഉദരം മുതൽ പരസ്പരം കലഹിച്ചു തുടങ്ങിയതായിരുന്നു യാക്കോബിന്റെയും ഏശാവിന്റെയും ജീവിതം. യാക്കോബ് സൂത്രത്തിൽ തന്റെ ജ്യേഷ്ഠാവകാശവും തന്റെ അപ്പന്റെ അനുഗ്രഹവും തന്റെ അപ്പനിൽ നിന്ന് കൈവശമാക്കി. ഈ കൈവശമാക്കിയ യാക്കോബ് തനിക്ക് തന്റെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലും എന്ന പ്രാണഭയത്താൽ അവന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഓടി തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകുന്നു. ലാബാന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. ഈ ലാബാന്റെ ഭവനത്തിൽ 20 വർഷം അടിമവേല ചെയ്ത യാക്കോബ് തിരിച്ച് തന്റെ ജ്യേഷ്ഠനായ ഏശാവിനെ കാണുവാനായിട്ട് പോകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ സഹോദരനോട് അവനെ വഞ്ചിച്ചിട്ട് അവന് കിട്ടേണ്ടതെല്ലാം നമ്മൾ സ്വന്തമാക്കിയിട്ട് നമ്മൾ ഒരു ദൂരദേശത്തേക്ക് പോകുന്നു. എല്ലാവരും ചിന്തിച്ചുകൊണ്ടുള്ള കാര്യമാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ദൂരദേശത്തേക്ക് പോകും. ഈ ദൂരദേശത്ത് നമ്മൾ അടിമപ്പണി ചെയ്യുന്നു. സ്വന്തം ഭവനത്തെ ഉപേക്ഷിച്ച് പോയി അടിമപ്പണി ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നു, എൻ്റെ സ്വന്തം ഭവനത്തിൽ എനിക്കൊരു ചേട്ടനുണ്ട്, പക്ഷേ അവനോട് ഞാൻ എങ്ങനെ വരും? അവൻ്റെ അടുക്കിലേക്ക് ഞാൻ എങ്ങനെ വരും? അവനെ പറ്റിച്ച്, അവനെ വഞ്ചിച്ച് കടന്നു പോകാനാണ് ഞാൻ. അവൻ്റെ അടുക്കിലേക്ക് ഞാൻ എങ്ങനെ വരും എന്ന് ചിന്തിച്ച് ആത്മഭാരത്തോടെയായിരിക്കും യാക്കോബ് പോകുന്നത്. ഈ യാത്രയിലാണ് യാക്കോബ് ആരെ കാണുന്നത്? ദൈവത്തിന്റെ പുരുഷനെ കാണുന്നത്. യാബോക്ക് തടാകത്തിന്റെ അടുക്കൽ വെച്ച് യാക്കോബ് ദൈവത്തിന്റെ പുരുഷനെ കാണുന്നു. ഈ ദൈവത്തിന്റെ പുരുഷനെ കാണുന്ന യാക്കോബ് ആത്മസംഘർഷത്തിലാണ് ദൈവത്തിന്റെ പുരുഷനെ കാണുന്നത്.
ഇതൊരു ആത്മ സംഘർഷം നിറഞ്ഞ ഒരു സമയമാണ്. ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന്റെ പുരുഷനും യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയും അതിൽ ദൈവത്തിന്റെ പുരുഷൻ യാക്കോബിന് ഒരു മുടത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ മുടന്തനായിരിക്കുന്ന യാക്കോബ് ദൈവത്തിന്റെ പുരുഷനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം പറ്റിയിട്ടുണ്ടാവും. അതെല്ലാം മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യനെന്ന് വിളിക്കുന്നത്. ആദ്യം മുതൽ ആദാമിലൂടെയും ഹവ്വയിലൂടെയും ഈ ലോകത്തിലേക്ക് പാപം കടന്നു വരികയും ആ പാപം മനുഷ്യരിലൂടെ കൈമാറ്റം ചെയ്തു പോവുകയും ആ പാപം നിറഞ്ഞ ലോകത്തിൽ ആണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ പാപങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ മുഖം കാണുവാൻ സാധിക്കണം. ദൈവത്തിന്റെ മുഖം കാണണമെങ്കിൽ നാം ദൈവത്തോട് ഒരു ആത്മസംഘർഷം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ ആത്മസംഘർഷം നടത്തും? എങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാൻ പറ്റും? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റണം. ഇങ്ങനെ പ്രാർത്ഥന എന്ന ഒറ്റ മാർഗം മാത്രമേ, ഒരൊറ്റ ആശയവിനിമയം മാത്രമേ ഇതിനുള്ളൂ. പ്രാർത്ഥനയിലൂടെ മാത്രമേ, ദൈവത്തിന്റെ വചനം പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിനോടുള്ള അനുഗ്രഹം നേടിയെടുക്കാനായി സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് യാക്കോബും ഇവിടെ ചെയ്യുന്നത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ദൈവമേ ഞാൻ നിന്നെ വിടുകയില്ല. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. തീർച്ചയായും കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കും. അതുകൊണ്ടാണ് യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടത്. ആ സ്ഥലത്തിന് യാക്കോബ് പെനിയേൽ എന്ന് പേരിട്ടത്. പെനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ മുഖം. യാക്കോബ് ദൈവത്തിന്റെ മുഖം ദർശിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിടുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ദൈവത്തിന്റെ മുഖം ദർശിക്കേണ്ടത്. നമ്മൾ ആരും വിശുദ്ധരോ നിഷ്കളങ്കരോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളിൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്ന സമയം, അതാണ് നമ്മുടെ ജീവിതത്തിലെ പെനിയേൽ. അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ മുഖം കാണുന്നത്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു യാബോക്ക് തടാകത്തിന്റെ അടുക്കൽ വെച്ച് ദൈവത്തെ കാണും. ആ സമയത്ത് നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക എന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യമാണ്. ആ ഒരു മുഖം ദർശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായി രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ മുഖം ധരിക്കുക. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ മുഖം ധരിക്കുവാനായി സാധിക്കുന്നത്? ഒരിക്കൽ ഒരു സൂഫി ഗുരുവിനോട് ഒരാൾ പ്രകാരം ചോദിച്ചു, ഗുരു, ക്ഷമയുടെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് ഞാൻ ക്ഷമിക്കേണ്ടത് എന്ന് സൂഫി ഗുരുവിനോട് ചോദിക്കുന്നു. ആ ഗുരു ഇപ്രകാരം പറയുന്നു, ഒരു പൂവിനെ ഞെരിച്ച് അമർത്തുമ്പോൾ അത് തിരിച്ചു നൽകുന്ന സുഗന്ധമാണ് നന്മ. ഒരു പൂവിനെ ഞെരിച്ചമർത്തുമ്പോഴും അത് തിരിച്ചു നൽകുന്ന സുഗന്ധമാണ് നന്മ. ഈ ഒരു നന്മ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാക്കോബിന്റെയും ഏശാവിന്റെയും ജീവിതത്തിൽ, ഏശാവിലാണ് നമ്മളിത് കാണാൻ സാധിക്കുന്നത്. തന്റെ ജീവിതത്തിൽ തനിക്ക് നേടേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്റെ സഹോദരനായ യാക്കോബ് സൂത്രത്തിൽ തട്ടിയെടുക്കുമ്പോൾ, തന്റെ ജീവിതം ഞെരിഞ്ഞ് അമറുമ്പോഴും തന്റെ സഹോദരനായ യാക്കോബ് തിരിച്ചു വന്നപ്പോൾ, തന്റെ സഹോദരനായ യാക്കോബ് തിരിച്ചു വന്നപ്പോൾ ആ മനസ്സിൽ ഒരു തരത്തിലുള്ള വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. അവനെ സ്വീകരിച്ചു. അവനിൽ ദൈവത്തിന്റെ മുഖം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ മുഖം ധരിച്ചിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഏശാവ് തന്റെ സഹോദരനായ യാക്കോബിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് ഇപ്രകാരം പറയുന്നത്. നമ്മൾ ഇന്ന് പാഠമായി വായിച്ചു കേട്ടതുപോലെ, ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ മുഖം ഓർമ്മ വരുന്നു. ഞാൻ ദൈവത്തിന്റെ മുഖം കാണുന്നു എന്ന് യാക്കോബ് പറയുന്നത് ഇതുകൊണ്ടാണ്. കർത്താവിന്റെ മുഖം ധരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മുഖം ധരിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനും കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ
ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും, നമ്മളെ വേദനപ്പെടുത്തിയവരോട്, നമ്മളെ നിരാശയിലേക്ക് നയിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാനും സാധിക്കും. എല്ലാ മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിന്റെ അന്ത്യ സമയങ്ങളിൽ ആ കാലഘട്ടത്തിലാണ് അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഒരുപക്ഷെ ICUവിലൊക്കെ കിടക്കുമ്പോഴായിരിക്കും അവരിങ്ങനെ തിരിച്ചറിയുന്നത്, കർത്താവെ, എന്തിനായിരുന്നു ഞാൻ അവനോട് കരയിച്ചത്? ഞാൻ എന്തിനായിരുന്നു അവനോട് ക്ഷമിക്കാതിരുന്നത്? ഞാൻ എന്തിനായിരുന്നു അവനെ വെറുത്തത്? എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. ആ സമയത്താണ് നമ്മൾ നിത്യജീവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് നിത്യജീവനിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സമയത്താണ്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ സുഖങ്ങളാണ് നമ്മൾ ആദ്യം തേടിപ്പോകുന്നത്. ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം നമ്മൾ തേടി ഏറ്റവും അവസാനം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോഴാണ്, ദൈവമേ, എനിക്ക് ആ സമയം ഇങ്ങനെ ഉപയോഗിച്ചെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനെ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു, എനിക്കും അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുള്ള, അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നടന്നു വരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്നെ കൊണ്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു നിമിഷത്തിലും നിങ്ങൾ ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുക. ഹൃദയപൂർവ്വം അവരോട് ക്ഷമിക്കുക. അവരോട് ഒരു സങ്കടമോ ഒരു ദുഃഖമോ വച്ച് പുലർത്താതെ കർത്താവിനോട് പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിക്കാനായി ശ്രമിക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ മുഖം നിങ്ങൾ ധരിക്കുക. മൂന്നാമതായി, ഏറ്റവും അവസാനമായുള്ള ചിന്ത, ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിപ്പിക്കുക. ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിപ്പിക്കുക. നമ്മുടെ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ദിവസം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു അമ്മയും മകനും കടന്നു വരുന്നു. അമ്മ മാർപ്പാപ്പയോട് മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അങ്ങനെ മാർപ്പാപ്പ തിരിഞ്ഞ് ആ മകനെ നോക്കുവാനായി പോകുമ്പോൾ വേറെ ഒരു മാതാവ്, വേറൊരു സ്ത്രീ മാർപ്പാപ്പയുടെ വസ്ത്രത്തിൽ പിടിക്കുന്നു. മാർപ്പാപ്പ വീഴും എന്നുള്ള അവസ്ഥയായപ്പോൾ മാർപ്പാപ്പ ആ സ്ത്രീയെ ഒന്ന് നോക്കുന്നു, ഒരു രൂക്ഷമായി നോക്കുന്നു. കാരണം നമ്മൾ വീഴാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭവം, ഒരാൾ പിടിച്ചു വലിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ ഇമോഷൻ മാർപ്പാപ്പയ്ക്ക് വരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പോയി മാർപ്പാപ്പ തൻ്റെ റൂമിലായിരിക്കുമ്പോൾ, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് കൃത്യമായി അവിടെ നടന്ന കാര്യം ഒരു ഷോർട്ട് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. മാർപ്പാപ്പ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് പോയ ആ ഒരു വികാരം എന്തായിരിക്കുമെന്നാണ് മാർപ്പാപ്പ അവിടെ വെച്ച് ചിന്തിക്കുന്നത്. മാർപ്പാപ്പ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച കാര്യം എന്താണ്? എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയത്? അവരെന്നെ കാണാനാണ് വന്നത്, എൻ്റെ സാമീപ്യം അറിയാനാണ് വന്നത്, എന്നിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനാണ് വന്നത്. പക്ഷേ എന്നിൽ നിന്ന് ആ ഒരു ഇതുണ്ടായപ്പോൾ മാർപ്പാപ്പയ്ക്ക് അത് സഹിച്ചില്ല. മാർപ്പാപ്പ പിന്നെ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഇതാണ് ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. നമ്മുടെ ഒരു നോട്ടം പോലും ചിലപ്പോൾ ചിലർക്ക് അതൊരു അസൗകര്യമായി തോന്നിയേക്കാം. പക്ഷേ നമ്മളുടെ ആ നോട്ടം അവർക്കൊരു തെറ്റ്, അവരുടെ മനസ്സിലൊരു ദുഃഖം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ അവരോട് നിരപ്പ് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെയാണ് ക്രിസ്തു മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നത്. ഇന്ന് സുവിശേഷപാഠമായി വായിച്ചു കേട്ട ഭാഗമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള. കർത്താവിന്റെ ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാനായി പോകുമ്പോൾ അവർ കൈ കഴുകാതെ പോകുന്നു. ഇത് കാണുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരെ ശാസിക്കുന്നു. അവർ പറയുന്നു, യഹൂദന്മാർ തങ്ങളുടെ കൈകൾ കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്ന് യഹൂദന്മാർ അവിടെ വാദിക്കുകയാണ്. കർത്താവിന്റെ മുമ്പിലാണ് വാദിക്കുന്നത്. അവരുടെ മുഖം അറിയുന്ന, അവരുടെ മനസ്സറിയുന്ന കർത്താവിന്റെ മുമ്പിലാണ് അവരിത് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു, നിങ്ങൾ
മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ചെയ്ത നിയമങ്ങളാൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു. ആ നിബന്ധനകൾ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവം എന്താണ് കൽപ്പിക്കുന്നതെന്നും ദൈവം എന്താണ് പറഞ്ഞു തന്നതെന്നും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ മറന്നു പോകുന്നു. അതാണ് ക്രിസ്തുവോടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് ക്രൂശിലൂടെ തന്റെ ജീവനെ ചൊരിഞ്ഞ ഈ കാലഘട്ടം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് മാറിയാ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത്? അതനുസരിച്ചാണ് നാം പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവരുടെ ചിന്ത രൂപപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ന്യായപ്രമാണത്തിന്റെയും അവരുടെ ഉള്ളിൽ അവരുടെ പൂർവികർ കൈമാറി വന്ന കുറെ ശീലങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ശരിക്കും ശീലങ്ങളെല്ലാം നല്ലതാണ്. ശീലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കർത്താവിനെ എതിർക്കുവാൻ വേണ്ടി, ദൈവത്തെ എതിർക്കുവാൻ വേണ്ടി മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട നിയമവ്യവസ്ഥ വെച്ച് കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനവും ദൈവം കൽപ്പിച്ച കാര്യവും മറന്നുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നുവെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം. ദൈവം പറഞ്ഞ വഴിയും നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നമ്മൾ ഏറ്റവും അവസാനം ന്യായാസനത്തിന്റെ സന്നിധിയിൽ പോകുമ്പോഴത്തേക്ക് കർത്താവ് ഇപ്രകാരം ചോദിക്കും, ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നു, നീ എന്നെ കണ്ടില്ല. നീ എന്നെ കേൾക്കുമെന്ന് കരുതി ഞാൻ നിന്നോട് വന്നിരുന്നു, നീ എന്നെ കേട്ടില്ല. ഞാൻ രോഗത്താൽ നിന്റെ അടുക്കിലേക്ക് വന്നു, നീ എന്നെ കണ്ടില്ല. ഞാൻ തടവിലായിരുന്നപ്പോൾ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, നീ എൻ്റെ അടുക്കൽ വന്നില്ല. ഇപ്രകാരം ഒരു 4-5 ചോദ്യം കർത്താവിനോട് ചോദിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും, എപ്പോഴാണ് കർത്താവേ നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നത്? എപ്പോഴാണ് കർത്താവേ നിന്റെ മുഖം ഞങ്ങൾ കണ്ടത്? അവിടുത്തേക്ക് കർത്താവ് പറയും, എൻ്റെ ഈ ഏറ്റവും ചെറിയൊരുവന് നിങ്ങൾ ചെയ്തെടുത്തോളമല്ല എനിക്കതൊന്നും ചെയ്തത്. നിങ്ങൾ എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് ചെയ്യാനിടത്തോളം എല്ലാം എനിക്കാകുന്നു നിങ്ങൾ ചെയ്യാനുള്ളത്. അത് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചതും. അത് തന്നെയാണ്. ഇങ്ങനെ മാത്രമേ നമുക്ക് കർത്താവിന്റെ മുഖം പ്രതിഫലിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ ആയിരിക്കുന്ന ബലഹീനതയെ താഴ്ത്തുവാനും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ ചേർത്ത് നിർത്തുവാനും സമൂഹത്തിൽ അകറ്റി നിർത്തുന്നവരെ ഒപ്പം കൂട്ടുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ മുഖം നമുക്ക് പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളിന്ന് ധ്യാനിച്ചത് 3 ചിന്തകളാണ്. ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുക, ക്രിസ്തുവിന്റെ മുഖം ധരിക്കുക, ക്രിസ്തുവിന്റെ മുഖം പ്രതിഫലിക്കുക. ഇങ്ങനെ ഈ 3 ആശയങ്ങൾ നമുക്ക് ജീവിക്കുവാൻ, ദൈവത്തിന്റെ മുഖം കാണുവാൻ, ദൈവത്തിന്റെ മുഖം ആകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ യുവജന സംഘടനയെ പറ്റി 1-2 വാക്കുകളിലൂടെ പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ കൈകളിലേ
Hallelujah.